പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു കൃപ നിങ്ങൾക്ക് നേരുകയാണ്. ഇന്നൊരു യാത്രയിലാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ഇന്നലെ നമ്മുടെ തൃശ്ശൂർ ഉപതല അച്ഛന്മാരുടെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. നമ്മൾ മാറിപ്പോകുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലയോ പാപ്പയുടെ ഒരു കോട്ടാണ്. പാപ്പ പറയാണ്, ഭയം, അലസത, പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവയാൽ തളരരുത്. ഭയം, അലസത, ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവയാൽ തളരരുത്. എന്നിട്ട് പറയാണ്, ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുക. എന്താണ് ദൈവത്തിൻ്റെ സമയം? എൻ്റെ ദൈവം കൃത്യസമയത്ത് ഇടപെടുക തന്നെ ചെയ്യും. ഇന്നൊരു പക്ഷേ ഈ ഒരു സമയം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഭാരവും വലിയ ദുഃഖവും, ദൈവമേ എന്താ ചെയ്യാമെന്ന് അറിയാത്ത അവസ്ഥകളൊക്കെ ആണെങ്കിൽ, എന്നാലും ദൈവത്തിൻ്റെ, അതായത് കർത്താവിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും സംഭവിക്കും. ഞാൻ മുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. കാരണം പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ യേശു. ഇത് പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു ബോധ്യത്തിൽ നാം ആഴപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പിശാച് ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഭയത്തിൻ്റെ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ ഒരു അലസതയുടെ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ ചില തഴക്കദോഷത്തിൻ്റെ മേഖലയായിരിക്കും. ഇതിങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയം തന്നെ നമ്മൾ കടുത്ത നിരാശയിലേക്ക്, മൂലപാപങ്ങളിൽ ഒന്നിലെ കടുത്ത നിരാശയിലേക്ക് പോകാൻ സാധ്യത. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിച്ച് മുന്നേറാനായിട്ട് ഒരു ദൈവ പൈതൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് സ്ഥിരത, പരിശുദ്ധാത്മാവിനോട് നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ. സംഭവം നമ്മളുടെ ഈ വിശ്വാസ ജീവിതം അതൊരു ഹൈവേയിലൂടെയുള്ള യാത്രയൊന്നുമല്ല. ഇടുങ്ങിയ വഴി, വെള്ളക്കെട്ട്, പിന്നെ റോഡ് ബ്ലോക്ക്, ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടാകും. പ്രിയ സഹോദരങ്ങൾ, അതിൽ പതറരുത് എന്ന് പരിശുദ്ധ പിതാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്നേ ദിവസം എന്തെല്ലാം നിയോഗങ്ങളിലൂടെയാണോ ഞങ്ങൾ കടന്നു പോകുന്ന നിയോഗങ്ങളെല്ലാം അങ്ങ് ആശീർവദിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.